ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പോക്കറ്റ് ഷവർമേരെയൊക്കെ ഫില്ലിങ് തന്നെയാണ്. ആദ്യം തന്നെ ചിക്കൻ നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓയിൽ വീത്തി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡെല്ലാം നന്നായി ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മുട്ട ഒന്ന് അവിച്ച് മുട്ടയും പിന്നെ വെളുത്തുള്ളിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം, തൈര്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ക്യാരറ്റും സവാളയുമാണ്. അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് എല്ലാം മയോണൈസാണ് കേട്ടോ, അതായത് മുട്ടയൊക്കെ വേവിച്ചിട്ടുണ്ടാക്കുന്ന മയോണൈസ്. അതിനുശേഷം ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൽ ഉപ്പില്ലല്ലോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡ് പീസസിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ബ്രെഡ് പീസസിലേക്ക് മയോണൈസോ ടൊമാറ്റോ സോസോ വേണമെങ്കിൽ രണ്ട് സൈഡിലും ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്കുണ്ടായിരുന്നത് ഈ സാൻഡ്വിച്ചും പിന്നെ തണ്ണിമത്തനും മുന്തിരി, അലുവ, ഈത്തപ്പഴമായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ സ്നാക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിനുണ്ടായിരുന്നത് ബിരിയാണിയായിരുന്നു, ചിക്കൻ ബിരിയാണി. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കഞ്ഞിയുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഒരു ദിവസവും കാണിക്കുന്നില്ല, മറന്നു പോകുന്നു. കഞ്ഞി എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങാറുണ്ട്. ചാനലൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ.